ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കുട്ടികളുമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന കുറച്ച് ഇംഗ്ലീഷ് സെൻറ്റൻസുകളാണ്. ഈ സെൻറ്റൻസുകൾ പഠിക്കുന്നതിലൂടെ രണ്ട് തരത്തിലുള്ള ഉപകാരങ്ങൾ നമുക്കുണ്ട്. ഒന്ന്, നമുക്ക് നമ്മുടെ കുട്ടികളുടെ ഇംഗ്ലീഷ് ലെവൽ ഇമ്പ്രൂവ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഇംഗ്ലീഷ് പഠിച്ച്, അതായത് കുട്ടികളുമായിട്ട് സംസാരിച്ച് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സെൻറ്റൻസുകളും കൂടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ മൊബൈലിൽ വരുന്നതായിരിക്കും. അപ്പോൾ സമയത്തും കളയേണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഡു ഇറ്റ്. ഡു ഇറ്റ് എന്താണ്? ഇത് ചെയ്യ്. ഡു ഇറ്റ്, ഇത് ചെയ്യ്. നെക്സ്റ്റ്, ഗെറ്റ് അപ്പ്. ഗെറ്റ് അപ്പ്, എഴുന്നേൽക്ക്. ഗെറ്റ് അപ്പ്, എഴുന്നേൽക്ക്. ലെറ്റ്സ് ഗോ. ലെറ്റ്സ് ഗോ, നമുക്ക് പോകാം. ലെറ്റ്സ് ഗോ, നമുക്ക് പോകാം. ക്ലീൻ ഇറ്റ്, വൃത്തിയാക്ക്. ഇത് വൃത്തിയാക്ക്. ക്ലീൻ ഇറ്റ്, ഇത് വൃത്തിയാക്ക്. റിപ്പീറ്റ് ഇറ്റ്, ഇത് ആവർത്തിക്ക്. റിപ്പീറ്റ് ഇറ്റ്, ഇത് ആവർത്തിക്ക്. ഡു ഇറ്റ് ഫാസ്റ്റ്. ഡു ഇറ്റ് ഫാസ്റ്റ്, ഇത് വേഗത്തിൽ ചെയ്യ്. ഇത് വേഗത്തിൽ ചെയ്യ്. ഡു ഇറ്റ് ഫാസ്റ്റ്. ഡോണ്ട് റൺ. ഡോണ്ട് റൺ, ഓടരുത്. ഓടരുത്. ഡോണ്ട് റൺ. ഗുഡ് ജോബ്. ഗുഡ് ജോബ്, നല്ല രീതിയിൽ ചെയ്തു, അല്ലെങ്കിൽ നല്ലത് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ പറയാം? ഗുഡ് ജോബ്. ദെൻ ട്രൈ അഗെയിൻ. ട്രൈ അഗെയിൻ, വീണ്ടും ചെയ്യ്, അല്ലെങ്കിൽ വീണ്ടും ആവർത്തിക്ക്. ട്രൈ അഗെയിൻ. ട്രൈ അഗെയിൻ. വാക്ക് പ്ലീസ്. വാക്ക് പ്ലീസ്, ദയവായി നടക്ക്. നടക്ക്. പ്ലീസ് വാക്ക്, അല്ലെങ്കിൽ വാക്ക് പ്ലീസ്, ഈ രണ്ട് രീതിയിലും പറയാം. ഇനി ഡോണ്ട് ടച്ച്. ഡോണ്ട് ടച്ച്, തൊടരുത്. തൊടരുത്. ഡോണ്ട് ടച്ച്. ക്ലോസ് ദ ഡോർ. ക്ലോസ് ദ ഡോർ, ഡോറ് അടയ്ക്ക്. വാതിൽ അടയ്ക്ക്. ക്ലോസ് ദി ഡോർ, വാതിൽ അടയ്ക്ക്. ക്ലോസ് ദി ഡോർ. ഗോ ആൻഡ് പ്ലേ. ഗോ ആൻഡ് പ്ലേ, പോയി കളിക്ക്. ഗോ ആൻഡ് പ്ലേ, പോയി കളിക്ക്. നെവർ മൈൻഡ്. നെവർ മൈൻഡ്, അത് ശ്രദ്ധിക്കേണ്ട. അത് ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ അത് കാര്യമാക്കണ്ട എന്നൊക്കെ നമ്മൾ പറയില്ലേ? എങ്ങനെയാണ് പറയുക? നെവർ മൈൻഡ്. നെവർ മൈൻഡ്, ഒന്നും വിചാരിക്കരുത് എന്നൊക്കെ നമ്മൾ പറയൂലേ? ഇതിനൊക്കെ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം? നെവർ മൈൻഡ്. വാഷ് യുവർ ഹാൻഡ്സ്. വാഷ് യുവർ ഹാൻഡ്സ്, നിൻ്റെ കൈകൾ കഴുകുക. വാഷ് യുവർ ഹാൻഡ്സ്, നിൻ്റെ കൈകൾ കഴുകുക. റിപ്പീറ്റ് ആഫ്റ്റർ മീ. റിപ്പീറ്റ് ആഫ്റ്റർ മീ, എനിക്ക് ശേഷം ആവർത്തിക്ക്. എനിക്ക് ശേഷം ആവർത്തിക്ക്. റിപ്പീറ്റ് ആഫ്റ്റർ മീ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നീ ആവർത്തിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ? ഇതിനെങ്ങനെ പറയാം? റിപ്പീറ്റ് ആഫ്റ്റർ മീ. ദെൻ ഡു യു വാണ്ട് മിൽക്ക്. ഡു യു വാണ്ട് മിൽക്ക്, നിനക്ക് പാല് വേണോ? ഡു യു വാണ്ട് മിൽക്ക്, നിനക്ക് പാല് വേണോ? ദെൻ ഐ വാണ്ട് വാട്ടർ. ഐ വാണ്ട് വാട്ടർ, എനിക്ക് വെള്ളം വേണം. ഐ വാണ്ട് വാട്ടർ, എനിക്ക് വെള്ളം വേണം, അല്ലെങ്കിൽ എനിക്ക് വെള്ളം ആവശ്യമാണ് എന്നൊക്കെ നമുക്ക് എങ്ങനെ പറയാം? ഐ വാണ്ട് വാട്ടർ. ദെൻ പുട്ട് യുവർ ബുക്സ് ഇൻ ദ ബാഗ്. പുട്ട് യുവർ ബുക്സ് ഇൻ ദ ബാഗ്, നിൻ്റെ ബുക്ക് എവിടെ വയ്ക്കേ? എവിടെയാണ് വെക്കേണ്ടത്? ബാഗിൽ. നിൻ്റെ ബുക്കുകൾ ബാഗിൽ വെക്കേ. പുട്ട് യുവർ ബുക്സ് ഇൻ ദ ബാഗ്. ദെൻ വാട്ട് ഡു യു വാണ്ട് ടു ഡ്രിങ്ക്. വാട്ട് ഡു യു വാണ്ട് ടു ഡ്രിങ്ക്, നിനക്ക് കുടിക്കാൻ എന്താണ് വേണ്ടത്? വാട്ട് ഡു യു വാണ്ട് ടു ഡ്രിങ്ക്, നിനക്ക് കുടിക്കാൻ എന്താണ് വേണ്ടത്? വാട്ട് ഡു യു വാണ്ട് ടു ഡ്രിങ്ക്, നിനക്ക് കുടിക്കാൻ എന്താണ് വേണ്ടത്? സോ നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന ആളുകൾക്കും, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള കൊച്ചുകുട്ടികളോട് പോലും നമുക്ക് പറഞ്ഞ് പഠിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സെൻറ്റൻസുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വളരെ സിമ്പിളാണ്. പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള കൊച്ചുകുട്ടികൾക്ക് വളരെ യൂസ്ഫുള്ളാണ്. ഇപ്പോഴത്തെ കാലത്ത് ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ കുട്ടികളുമായിട്ട് നമ്മൾ സംസാരിക്കുന്നതോടുകൂടി തന്നെ നമ്മുടെ ഇംഗ്ലീഷ് ലെവൽ ഒന്ന് ഇമ്പ്രൂവ് ആവും. അതേപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ
ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ സജഷൻസ് കമൻസായിട്ട് അറിയിക്കുക. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിലേക്കും കൂടി നമ്മുടെ വീഡിയോസ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്തെത്തിക്കാൻ ആരും മറന്നു പോകരുത്. ഇനിയും അടുത്ത ഒരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ദിസ് ഈസ് സൂര്യ സൈനിങ് ഓഫ്.